ആരാണ് ചേക്കുട്ടിപ്പാപ്പ? ഈ ചേക്കുട്ടിപ്പാപ്പയിൽ നിന്ന് വരുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ആ ഒരു പ്രയാസം ഏറ്റുകഴിഞ്ഞാൽ, അവിടെ നിന്നുള്ളൊരു പ്രയാസം നമുക്ക് ഏറ്റുകഴിഞ്ഞാൽ നമ്മളെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം? ചേക്കുട്ടിപ്പാപ്പയുടെ പ്രയാസങ്ങൾ, അവിടുത്തെ ബാധ, അവിടുത്തെ ബുദ്ധിമുട്ടുകൾ ഏറ്റുകഴിഞ്ഞാൽ, ശരീരത്തിൽ ഒരാൾക്ക് ഏറ്റുകഴിഞ്ഞാൽ, അവിടുത്തെ തടസ്സങ്ങൾ ഏറ്റുകഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇൻഷാ അല്ലാഹ് ചെറിയൊരു രീതിയിൽ നമുക്കതിനെ വീട്ടിൽ നിന്ന് തന്നെ അതിനെ ആ പ്രയാസത്തെ നമുക്ക് ഒഴിവാക്കി നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാം എന്ന് നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ധാരാളം ആളുകൾക്ക് സംശയമുള്ള ഒരു വിഷയമാണ് ചേക്കുട്ടിപ്പാപ്പ. ആരാണ് ചേക്കുട്ടിപ്പാപ്പ? ഞങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ പോയി. എൻ്റെ അടുത്തേക്കൊക്കെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വരുന്നവർ പറയുന്നതാണ്. ഞങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് പോയി. ഒരിടത്തുനിന്ന് പറയും സിഹറാണ്, ചില ആളുകൾ പറയും ചേക്കുട്ടിപ്പാപ്പാൻ്റെ ഉപദ്രവമാണ്. എന്താണ് ഈ ചേക്കുട്ടിപ്പാപ്പ? അത് ഞങ്ങൾക്ക് അറിയില്ല. അതിനെപ്പറ്റി ഒന്ന് തങ്ങളൊന്ന് പറയും. മജ്‌ലിസ് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളെ മജ്‌ലിസ് കാണുന്ന ഇട്ടം വെക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു വിഷയം പഠിക്കാനാണ്. എന്താണ് ഈ ചേക്കുട്ടിപ്പാപ്പന്റെ പ്രയാസം? അത് ഏറ്റുകഴിഞ്ഞാൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് എങ്ങനെയാണ് ആ ഒരു പ്രയാസത്തെ മന്ത്രിച്ച് നമുക്ക് ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുക? ഇങ്ങനെ പല ജാതി സംശയങ്ങളുള്ളവരുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പരിപൂർണമായിട്ട് എന്താണ് ചേക്കുട്ടിപ്പാപ്പ, ആ പ്രയാസങ്ങളേറ്റാൽ ശരീരം കാണിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, എങ്ങനെ അത് മന്ത്രിച്ച് നമുക്ക് ഒഴിവാക്കാം ഈ മൂന്ന് കാര്യങ്ങൾ ആദ്യം മുതൽ അവ്വൽ മുതൽ ആഖിർ വരെ ഇൻഷാ അല്ലാഹ് പറയാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം നമുക്ക് പഠിക്കാൻ കഴിയും. എന്താണ് ഇതിൻ്റെ പ്രയാസങ്ങളെന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. ഇതിൻ്റെ പ്രതിവിധി എന്താണെന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം, ഇനി കൺസൾട്ടിങ്ങുള്ള ഡേറ്റ്, ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്ന് നമ്മുമായി ബന്ധപ്പെടുന്നവർ. നമ്മളെ മജ്‌ലിസ് കണ്ടുകൊണ്ട്, നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ട് തങ്ങൾ ഇത്തരം പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. സിഹിർ സംബന്ധമായി വലിയ ബുദ്ധിമുട്ടിലാണ്, വലിയ ഇടങ്ങേറിലാണ്, പൈശാചികമായിട്ടുള്ള ശൈത്വാനിയത്തിന്റെ വലിയ ബുദ്ധിമുട്ടിലാണ്, വലിയ പ്രയാസത്തിലാണ്. തടസ്സങ്ങളുണ്ട്, ജോലി തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങളുള്ളവർ, ഭൂമിയിലും വസ്തുവിലും വന്ന പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ ഇടങ്ങേറിലാകുന്നവർ, പ്രയാസപ്പെടുന്നവർ നമ്മുമായി സമീപിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അവരൊക്കെ വിളിച്ചു ചോദിക്കുന്ന ഞങ്ങളൊന്ന് നേരിട്ട് വന്ന് കാണാനായിരുന്നു. ഇനി എന്നാണ് ഇനി കൺസൾട്ടിങ് ഉള്ളത്, എങ്ങോട്ടാണ് വരേണ്ടത്, ഏത് സമയത്താണ് വരേണ്ടത്? ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞവർ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സകലമായ പ്രയാസങ്ങളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും അല്ലാഹുവിനെ തീർത്ത് നൽകണം. അല്ലാഹ് ഇത്തരം പൈശാചികമായ ഉപദ്രവത്തെ തൊട്ട് അല്ലാഹുവെ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണം. അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹ് ഞങ്ങൾക്ക് നീ വിജയം നൽകണം. അല്ലാഹ് വിജയം നൽകണം. അല്ലാഹ് സാഹിരീങ്ങളെ സിഹറിനെ തൊട്ട് ഞങ്ങളെ കാക്കണം. അല്ലാഹ് മാക്രീങ്ങളെ മക്റിനെ തൊട്ട് കാക്കണം. അല്ലാഹ് ഫത്താനിങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണം. അല്ലാഹ് ളാലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണം. അല്ലാഹ് ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണം. അല്ലാഹ് ചതിയന്മാരുടെ എല്ലാ ചതിയെ തൊട്ടും അല്ലാഹുവേ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണം. അല്ലാഹ് കാത്ത് സംരക്ഷിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്താണ് ചേക്കുട്ടി? എന്താണ് ചേക്കുട്ടി പാപ്പ? എന്താണ്? ചില സ്ഥലത്ത് പറയും ചേക്കുട്ടി പാപ്പ, ചേക്കുട്ടി ബാബ, കരിങ്കുട്ടി, അങ്ങനെ പല പേരുകളുണ്ട്, പല പേരുകൾ ഇതുണ്ട്. ഇതെല്ലാം ഒരു ശൈത്താൻ, ഒരു പിശാചിന്റെ വിളിക്കുന്ന ഒരു പേരാണ്. ഇത്തരം പേരുകൾ ചേക്കുട്ടി എന്ന് പറയുന്നത് ഹൈന്ദവ ആചാരപ്രകാരം ഒരു സാധനാണ്. ഇതിനെ സേവിച്ച ഒരു വ്യക്തിയാണ് സാക്ഷാൽ ഉപ്പാപ്പ. ഈ ഉപ്പാപ്പ പറയപ്പെടുന്ന ഈ ഉപ്പാപ്പ അതിനെ സേവിച്ച് അതിനെ വരുതിയിലേക്ക് വരുത്തി, ഈ ചാത്തനെ, ഈ പിശാചിനെ വരുതിയിലേക്ക് വരുത്തിയ ഒരു വ്യക്തിയാണ് ഈ ഉപ്പാപ്പ. അതിൽ നിന്നുണ്ടാകുന്ന, അതിനെ സേവിക്കുന്ന ധാരാളം ആളുകൾ കേരളത്തിന്റെ പുറത്തായിട്ടും ധാരാളം ആളുകളുണ്ട്. ഈ ചാത്തൻ, അതായത് ഈ ചേക്കുട്ടിപ്പാപ്പയെ സേവിക്കുന്നവർ. ഇത് രണ്ടും രണ്ടാണ്. ഉപ്പാപ്പ വേറെയാണ്, ചാത്തൻ വേറെയാണ്. ഇത് രണ്ടും രണ്ടാണ്. ഇതിനെ സേവിച്ച്
മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി. ഇത് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇതിനെ സേവിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരു കൂടോത്രം, ഒരു ആഭിചാര കർമ്മമാണ് ഈ ചേക്കുട്ടിപ്പാപ്പയുടെ ഈ പ്രയാസം. അതിനെ സേവിക്കുന്നവര് ബുദ്ധിമുട്ടാക്കേണ്ടവർക്ക് അവർ ആ ഒരു മൂർത്തി, ആ ഒരു ചാച്ചനെ മറ്റുള്ള ശരീരത്തിലേക്ക് വിടുന്ന ആളുകളുണ്ട് പ്രയാസപ്പെടുത്താൻ. സിഹർ പോലെ, അതായത് കൂടോത്രം പോലെ ആഭിചാര കർമ്മമായി ഇതിനെ ഉപയോഗിക്കുന്നവരുണ്ട്, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താൻ, അവരെ ബുദ്ധിമുട്ടിലാക്കാൻ. ചില ആളുകൾ സമ്പത്തിനു വേണ്ടി ഇതിനെ തിരഞ്ഞെടുക്കുന്ന ആളുകൾ, അവർക്കുണ്ടാകുന്ന പ്രയാസം, അവർ ജീവിതത്തിൽ ഒറ്റപ്പെടുകയും അവർക്ക് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ട് അവസാന കാലഘട്ടങ്ങളിൽ നേരിടേണ്ടി വരും. ഇതെല്ലാം തനിച്ച ഹറാമാണ്. ഒരിക്കലും ഇത്തരം പ്രവൃത്തികൾ നമ്മൾ ആരും ചെയ്യാൻ പോകരുത്. ഇത്തരം ബുദ്ധിമുട്ട് മറ്റുള്ള ആൾക്ക് ചെയ്യാനോ ചേക്കുട്ടിപ്പാപ്പയുടെ, അതായത് ഈ ഒരു പൈശാചികമായിട്ടുള്ള ഉപദ്രവം മറ്റുള്ളവർക്ക്, നമുക്ക് ദേഷ്യമുള്ള, നമുക്ക് അസൂയുള്ള ആളുകളിലേക്ക് ഇത് വിടുന്നവരുണ്ട്. ഇതിന്റെ പ്രയാസങ്ങൾ, ഇതിന്റെ മൂർത്തികൾ വിടുന്ന ആളുകളുണ്ട്. ഇതൊക്കെ തനിച്ച ഹറാമാണ്. ചില ആളുകൾ സാമ്പത്തികമായിട്ട് ഉയരാൻ വേണ്ടി ഇതിനെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. എല്ലാം മറ്റുള്ളവർക്ക് പ്രയാസപ്പെടുത്താൻ ഇതിനെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. രണ്ടും തനിച്ച ഹറാമാണ്, തനിച്ച ഹറാമാണ്. ഈമാനില്ലാതെ അവൻ ചത്തുപോകും. അത് തീർച്ചയാണ്. ഒരിക്കലും ഇത്തരം പ്രയാസങ്ങളിൽ നമ്മൾ ആരും പോയി തലവെക്കരുത്. നിങ്ങളെ തലവെക്കരുത്. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ഇതിന്റെ മൂർത്തികളെ വിടുന്ന ആളുകൾ, ഈ ചാത്തനെ മറ്റുള്ള ശരീരത്തിലേക്ക് പറഞ്ഞയക്കുന്ന ആളുകളുണ്ട്. അതെല്ലാം ഹറാമാണ്. ഒരാളെ ഉപദ്രവിക്കാൻ സിഹർ പോലെ, കൂടോത്രം പോലെ ആഭിചാര കർമ്മമാണ് ഈ ഒരു കർമ്മം എന്നുള്ളത്. മറ്റു തലത്തിലേക്ക് നോക്കിയാൽ സാമ്പത്തികമായിട്ട് വളർച്ച ഉണ്ടാവാൻ ഇതിനെ കൂട്ടുപിടിക്കുന്ന, ഇതിനെ സേവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് അല്പം സമ്പത്ത് ഉണ്ടാവും, പക്ഷേ അവർ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകും. പിന്നെ അവര് ഈമാനില്ലാത്ത മരണമായിരിക്കും അവർക്കുണ്ടാവുക. ഈമാനില്ലാത്തൊരു മരണമായിരിക്കും അവർക്ക് കാണപ്പെടുക. തീർച്ചയാണ്. ഇതിൽ സംശയമില്ല. പിന്നീട് ഈ ഒരു ബാധ ആരെങ്കിലും ചേക്കുട്ടിപ്പാപ്പയുടെ പ്രയാസങ്ങൾ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ബാധ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തടസ്സ രീതിയിൽ ചിലപ്പോൾ ബാധ അല്പം കേൾക്കൂല. ചില ആളുകൾക്ക് ചിലപ്പോൾ ചേക്കുട്ടിപ്പാപ്പാന്റെ ബാധ ആയിരിക്കും, അത് തുള്ളും, അത് വൈലന്റ് ആകും, അത് ഇളകാൻ തുടങ്ങും, ആ ശരീരം ഇളകാൻ തുടങ്ങും. അതാണ് ബാധ എന്ന് പറഞ്ഞാൽ ബാധിക്കുക എന്നുള്ളതാണ്. ഒരു ശരീരത്തെ ആ ഒരു ശൈത്താനിയത്തിന്റെ ആ ഒരു പ്രയാസം ഏറ്റു കഴിഞ്ഞാലാണ് അവനക്ക് ബാധ ഏറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ പിന്നെ അവനെ ഇളകാൻ തുടങ്ങും, നോർമൽ ആവൂല, വൈലന്റ് ആകും. അതാണ് ബാധ ഏറ്റു കഴിഞ്ഞാൽ. എല്ലാ തടസ്സമാണെങ്കിൽ, ഒരാൾക്ക് തടസ്സം വെച്ചിട്ടുള്ളതാണ്, ചേക്കുട്ടിപ്പാപ്പയിൽ നിന്ന് വന്ന തടസ്സങ്ങൾ, ആ ഒരു ശാസ്ത്രനിൽ നിന്ന് വന്ന തടസ്സങ്ങളാണെങ്കിൽ ജീവിതത്തിൽ വഴിമുട്ടിപ്പോകും. ജോലിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, വിവാഹത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ, മറ്റുള്ള നമ്മളെ മേഖലയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഈ ഒരു പൈശാചികമായിട്ടുള്ള ഈ ഒരു പിശാചിനെ വിട്ട് ചെയ്യിപ്പിക്കാൻ കഴിയും. ആ ഒരു പൈശാചികമായിട്ടുള്ള തടസ്സമോ അല്ലെങ്കിൽ ബാധയോ ഏറ്റു കഴിഞ്ഞാൽ ശരീരം കാണിക്കുന്ന കുറച്ച് അടയാളങ്ങൾ നമുക്ക് പറയാം. ഈ അടയാളങ്ങൾ നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും നമുക്ക് ആ പ്രയാസം ഉണ്ടോ. ഇതുള്ള ആളുകളിലേക്ക് ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോസ് ഇൻഷാ അല്ലാഹ് ഷെയർ ചെയ്ത് കൊടുക്കും. ഉള്ള ആളുകളുണ്ടെങ്കിൽ ഈ ഒരു ബാധ ഏറ്റു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ചേക്കുട്ടിപ്പാപ്പയിൽ നിന്നുള്ള തടസ്സങ്ങൾ ഏറ്റു കഴിഞ്ഞാൽ, അത്തരം പ്രയാസങ്ങൾ, അവിടെ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റു കഴിഞ്ഞാൽ ആദ്യമായിട്ടുണ്ടാകുന്നത് മുഖം കരുവാളിക്കും. മുഖം ഇങ്ങനെ കറുത്തു വരും. വെളുത്ത ആളാണെങ്കിൽ ആ മുഖം ഇങ്ങനെ കറുത്തു വരും. നമുക്കൊക്കെ അനുഭവങ്ങളാണ് ഇതൊക്കെ. നമ്മൾ പറയുന്നത് ഈ കാര്യങ്ങൾ പഠിച്ചതിന്റെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ പറയുന്നത്. മുഖം ഇങ്ങനെ കരുവാളിക്കും. പിന്നീട് ഉണ്ടാകുന്നത് വലിയ വലുതായിട്ട് ക്ഷീണം അനുഭവപ്പെടും. എപ്പോഴും ഉറങ്ങാനും ഒരു നല്ലൊരു ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ഒരിക്കലും ടെൻഡൻസി ഉണ്ടാവില്ല. എപ്പോഴും ഒതുങ്ങിക്കൂടുക. നല്ലൊരു ആക്റ്റീവ് ഉള്ള ഒരാളായിരുന്നു, ഇപ്പൊ ഇങ്ങനെ ഒതുങ്ങിക്കൂടുകയാണ്. അത്തരം പ്രയാസങ്ങൾ ഏറ്റിട്ടുണ്ടാകാം. ഇത് രണ്ടും ഒരുപോലെ തന്നെയാണ്, സിഹർ പോലെ തന്നെയാണ്. അത് വരുന്നത് ഈ ചേക്കുട്ടിപ്പാപ്പയിൽ നിന്നുമാണെന്ന് മാത്രം.
ഈ ചേക്കുട്ടിയിൽ നിന്നുള്ള, അതായത് ഈ ചേക്കുട്ടി എന്നുള്ള ഈ ഒരു പൈശാചികമായിട്ടുള്ള അവസ്ഥയിൽ നിന്നാണെന്ന് മാത്രം. രണ്ടും സിഹർ തന്നെയാണ്, കൂടോത്രം തന്നെയാണ്, എന്ത് തന്നെയാണ്, ആഭിചാര കർമ്മം തന്നെയാണ്, എല്ലാം ഒന്ന് തന്നെയാണ്. ഈ ഒരു ചേക്കുട്ടിപ്പാപ്പയിൽ നിന്നാണെങ്കിൽ അതിൻ്റെ മന്ത്രങ്ങളും അതിൻ്റെ കർമ്മങ്ങളും വേറെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഏതിൽ നിന്നാണ്, എവിടെ നിന്നാണ് ഈ പൈശാചികമായിട്ടുള്ള അവസ്ഥ വന്നിട്ടുള്ളത്, ഏത് പിശാചിൽ നിന്നാണ് വന്നിട്ടുള്ളത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഈ ചേക്കുട്ടിപ്പാപ്പയിൽ നിന്നുള്ള ഈ ഒരു പൈശാചികമായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ ശരീരം കരുവാളിക്കും, വെളുത്ത ആളാണെങ്കിൽ കരുവാളിക്കും, അല്ല ഒരു കറുത്ത ആൾ തന്നെയാണെങ്കിൽ കൂടുതലായിട്ട് ഇങ്ങനെ കരുവാളിക്കും, ഒരു പച്ച നിറത്തിൽ അല്ലെങ്കിൽ ഒരു വികൃതമായിട്ടുള്ള രൂപമായി അവന്റെ ശരീരം, അവന്റെ മുഖഭാവങ്ങൾ മാറും. കണ്ണ് ചുമക്കും, കണ്ണ് ചെറിയ ലൈറ്റായിട്ടൊന്ന് ചുമക്കും, കൂടുതലായിട്ട് ചുമക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയും. ലൈറ്റായിട്ട് നമുക്ക് കണ്ണ് ചുമക്കാൻ കാണാൻ കഴിയും. പിന്നെ അവനക്കുണ്ടാകുന്ന ദേഷ്യം കൂടും. അവന്റെ കയ്യിൽ കിട്ടിയതെല്ലാം എറിച്ച് വലിച്ചെറിയുന്നൊരു സ്വഭാവം. നല്ലൊരു കുട്ടിയായിരുന്നു, എല്ലാം നല്ല പെരുമാറ്റമായിരുന്നു, എല്ലാവരോടും നല്ല പെരുമാറ്റമായിരുന്നു, ദേഷ്യമൊന്നുമില്ലാത്ത കുട്ടിയായിരുന്നു. പെട്ടെന്നൊരു ദേഷ്യവും, എടുത്തുചാട്ടം കൂടുതൽ, കയ്യിൽ കിട്ടിയതെല്ലാം എറിയുക. ഇതൊക്കെ ഒരു ചേക്കുട്ടിപ്പാപ്പയിൽ നിന്നുള്ള ഈ ഒരു പൈശാചികമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ആരെങ്കിലും പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാൻ ആരെങ്കിലും പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രയാസങ്ങൾ ആ ഒരു ശരീരം ആർക്കാണോ വിട്ടത് അവർ കാണിക്കും. എടുത്തെറിയാം, എല്ലാത്തിനും ഒരു ദേഷ്യം, ഒരു മുൻകോപം, എടുത്തുചാട്ടം, ഇതൊക്കെ അതിൽ പറഞ്ഞതാണ്. പിന്നീട് സ്വഭാവത്തിൻ്റെ ഒരു മാറ്റം, സ്വഭാവം മാറുക. നല്ലൊരു സ്വഭാവമല്ലാതെ വേണ്ടാത്തൊരു സ്വഭാവം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഇതൊന്നും ഇല്ലാത്തൊരാളാണെങ്കിൽ ഈ സ്വഭാവം മാറുമ്പോഴേക്കും, ദേഷ്യം കൂടുമ്പോഴേക്കും ഈ ചേക്കുട്ടിപ്പാപ്പയുടെ പ്രയാസമാണ് നമ്മൾ വിചാരിക്കരുത്. ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ പറയപ്പെടുന്ന ലക്ഷണങ്ങൾ ഇങ്ങനെ വരികയാണെങ്കിൽ, ഒത്തൊരുമിച്ച് വരികയാണെങ്കിൽ ചേക്കുട്ടിപ്പാപ്പയുടെ പ്രയാസം, അതിൻ്റെ ബാധ അവൻ്റെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തടസ്സങ്ങൾ ഏറ്റുകഴിഞ്ഞാൽ ദേഷ്യം ഉണ്ടാകും. ചിലപ്പോൾ മുഖം കറക്കണമെന്നില്ല, അല്ലെങ്കിൽ മുഖത്തിൻ്റെ ആകൃതി മാറണമെന്നില്ല, വികൃതമായ മുഖമാവണമെന്നില്ല. ദേഷ്യമായിരിക്കും, സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റമായിരിക്കും, ഒരു എടുത്തുചാട്ടമായിരിക്കും. അതിൻ്റെ തടസ്സങ്ങൾ രണ്ടാണ്. തടസ്സങ്ങൾ ഏൽക്കുക, അതായത് ചേക്കുട്ടിപ്പാപ്പയിൽ നിന്നുള്ള ആ ഒരു പൈശാചികമായിട്ടുള്ള അവസ്ഥയിൽ നിന്നുള്ള തടസ്സമേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സമായിരിക്കും. വിവാഹത്തിൽ, ജോലിയിൽ, മറ്റുള്ള എല്ലാ കാര്യങ്ങളും, വീട് പണിയിൽ, മറ്റുള്ള എല്ലാ കാര്യങ്ങളും തടസ്സമായിരിക്കും. നമുക്കുണ്ട് അടുക്കാൻ കഴിയില്ല. പണം നമ്മളെടുത്തുണ്ട്, പക്ഷെ അത് കഴിയണില്ല, അത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ഒരു തടസ്സമായിരിക്കും. സർട്ടിഫിക്കറ്റുകളുണ്ട്, പക്ഷെ ജോലി കിട്ടുന്നില്ല. ആ ഒരു തടസ്സമായിരിക്കും എപ്പോഴും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. പിന്നീട് കുറെ ആളുകൾ ചോദിക്കും, ഞങ്ങൾക്ക് ഇത്തരം പ്രയാസങ്ങളുണ്ട്, ഇതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും? വീട്ടിലിരുന്ന് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റിയ ചെറിയൊരു പൊടിക്കൈ ഞാൻ പറഞ്ഞു തരാം. ഒരു 7 വറ്റൽമുളക് എടുക്കുക. 7 മുളകെടുക്കുക. വറ്റൽമുളക് അറിയില്ലേ, നമ്മൾ ഉണക്കി പൊടിക്കുന്ന മുളക്. ആ 7 മുളക് എടുത്തിട്ട് അതിനെ പൊടിക്കുക. മിക്സിയിലോ, മില്ലിൽ കൊണ്ടുപോയി പൊടിക്കണമെന്നില്ല, മിക്സിയിൽ ഇട്ടിട്ട് എന്ത് ചെയ്യാം, നന്നായി അങ്ങ് പൊടിക്കുക. അതിൻ്റെ നെട്ടി പൊട്ടാത്ത രീതിയിൽ നന്നായി പൊടിച്ച് വെള്ള തുണിയിലേക്കാക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 7 പ്രാവശ്യം ആയത്തുൽ കുർസി, പിന്നീട് സൂറത്തുൽ മുസമ്മിൽ, പിന്നീട് ഒരു 3 പ്രാവശ്യം അലം നശ്റഹ്, സൂറത്തുൽ ശറഹ്. തടസ്സമുള്ള ആളുകൾ അലം നശ്റഹ് ഓതിയിട്ട് 7 പ്രാവശ്യം ആയത്തുൽ കുർസി, സൂറത്തുൽ മുസമ്മിൽ, പിന്നെ ഒരു 3 പ്രാവശ്യം അലം നശ്റഹ് സൂറത്ത് ഓതിയിട്ട് ഇടത്തുനിന്ന് നോക്കണേ. ഈ ഒരു പൊതി, ഈ വെള്ളപ്പൊതി ഇടത്തുനിന്ന് വലത്തോട്ട് 7 പ്രാവശ്യം ഒഴിഞ്ഞെടുക്കുക ഓതിയിട്ട്. പിന്നീട് നേരെ ഓപ്പോസിറ്റ് വലത്ത് നിന്ന് ഇടത്തോട്ട് 21 പ്രാവശ്യം ഒഴിഞ്ഞെടുത്ത് ഈ ഒരു പൊതി എന്ത് ചെയ്യാം, നേരെ കൊണ്ടുപോയിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ അങ്ങ് ഒഴുക്കിക്കളയാം. ഇത് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ തടസ്സങ്ങൾ മാറും. ഈ ചേക്കുട്ടിപ്പാപ്പയിൽ നിന്ന് വന്ന ഈ പൈശാചികമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് വന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് വന്നതാവണം കേട്ടോ. ഈ ഒരു പ്രയാസത്തിൽ നിന്ന് വന്ന അതാവണം. ആരെങ്കിലും ചേക്കുട്ടിപ്പാപ്പയിൽ നിന്ന് വന്ന ഉപദ്രവം
ഇങ്ങനെയുള്ള തടസ്സങ്ങൾ വിട്ടതാണെങ്കിൽ അത് പഠിച്ച് അതിനെപ്പറ്റി നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് അതിന്റെ ഈ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ, ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഈ ഒരു അമല് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു തടസ്സം അവനിൽ നിന്ന് വിട്ടുനിൽക്കും, ആ ഒരു പ്രയാസം അവനിൽ നിന്ന് വിട്ടുനിൽക്കും. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ വിഷയത്തിൽ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ചേക്കുട്ടി പാപ്പയിലാണ് നമുക്ക് മനസ്സിലായി എന്താണ് ചേക്കുട്ടി പാപ്പ. ഈ ചേക്കുട്ടി പാപ്പയുടെ പ്രയാസങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റുകഴിഞ്ഞാൽ, അതിന്റെ ബാധകൾ ഏറ്റുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ തടസ്സങ്ങൾ ഏറ്റുകഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ നമ്മൾ പഠിച്ചു. അത് എങ്ങനെയാണ് അതിന്റെ പ്രതിവിധി, എങ്ങനെയാണ് അതിനെ മന്ത്രിച്ച് ഒഴിവാക്കേണ്ടത്, ഈ രീതിയിലാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു കാര്യം ചെയ്ത് ആ ഒരു പ്രയാസത്തെ, ആ ഒരു ബുദ്ധിമുട്ടിനെ, ആ ഒരു തടസ്സത്തെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റാം. ഇങ്ങനെ പ്രയാസം ചെയ്യാൻ പോകുന്ന ആളുകൾ, ഇത്തരം സേവ ചെയ്യുന്ന ആളുകൾ പരിപൂർണമായിട്ട് ഒഴിവാക്കും. ഈമാനില്ലാതെ ചത്തുപോകും തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇത്തരം പ്രയാസങ്ങൾ പോയിട്ട് ആരും തലവെക്കരുത്. ചിലപ്പോൾ അതുകൊണ്ട് നമുക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ചകൾ ഉണ്ടാവാം, ഉയർച്ചകൾ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അവന്റെ അവസാനം ആഖിബത്ത് ഒരിക്കലും നന്നാവൂല. അവൻ ഈമാനില്ലാതെ ചത്തുപോകും. പിന്നെ എന്ത് നേട്ടാണ്? പിന്നെ ദുനിയാവിൽ സമ്പത്ത് ഉണ്ടാക്കിയോണ്ട് നേട്ടണ്ടോ? സമ്പത്തുണ്ടായതുകൊണ്ട് നേട്ടണ്ടോ? നമുക്ക് ദുനിയാവ് മാത്രം പോരല്ലോ, നമുക്ക് ദുനിയാവ് മാത്രം മതിയോ? ആഖിറവും വേണ്ടേ? ഇങ്ങനെ നേട്ടമുണ്ടാക്കുന്ന ആളുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, നമുക്ക് ചെലവ് എത്ര ഉണ്ടാവുള്ളൂ എന്നറിയോ? ചെലവ് ചിലപ്പോൾ 500 റുപ്യ, അല്ലെങ്കിൽ ആ ഒരാൾക്ക് ഇത് ചെയ്യുന്നതിന് സേവ ചെയ്യുന്ന ആൾക്ക് 200 റുപ്യ കൊണ്ടുപോയി കൊടുത്താൽ ആരെയാണ് ബുദ്ധിമുട്ടിക്കേണ്ടത്? അവന്റെ പേര്, അവന്റെ നാള്, അല്ലെങ്കിൽ അവന്റെ പേര്, അല്ലെങ്കിൽ അവന്റെ ഉമ്മാടെ പേര്, മാതാവിന്റെ പേര്. ഞാൻ ഹൈന്ദവരാണെങ്കിൽ അവരുടെ നാള് അത് പറഞ്ഞു കൊടുത്താൽ ഇതുവരെ കറക്റ്റായിട്ട് അവർ ചെയ്യും. ഇതിന് ഉപദ്രവം വിടും. പിന്നെ അവനക്ക് ജീവിതത്തിൽ വലിയ തടസ്സങ്ങളും വലിയ ബുദ്ധിമുട്ടുകളും, അവന്റെ ജോലി പോണതാ, അവന്റെ ബിസിനസ് തകരണതാ, അവന്റെ കച്ചവടം അവസാനിക്കുന്നു, എല്ലാം കടത്തിലാകുന്നു, എല്ലാ പ്രയാസവും അവനിങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്താ നേട്ടം? നമുക്ക് എന്ത് നേട്ടം? അതിങ്ങനെ കണ്ട് ആസ്വദിക്കാൻ, ഇത് കണ്ട് സന്തോഷിക്കാൻ അല്ലേ? ഇത് ചെയ്യുന്ന ആളുകൾക്ക് അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അവർക്ക് സാമ്പത്തികമായിട്ട് ഉയരാനോ അവനക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവാനോ ഒന്നുമില്ല. ഇതിങ്ങനെ കണ്ട് ആസ്വദിക്കണം. അവന്റെ തകർച്ച ഇങ്ങനെ കണ്ട് ആസ്വദിക്കണം. അവൻ ഉയരണ്ട, അവനക്ക് പ്രയാസങ്ങൾ ഉണ്ടാവണം, അവന്റെ ജോലി അവസാനിക്കണം. അവൻ എങ്ങനെ എന്നെക്കാട്ടി ഉയരാം? അവന്റെ അനിയനല്ലേ, അല്ലെങ്കിൽ ജ്യേഷ്ഠനല്ലേ, എന്റെ പെങ്ങളല്ലേ, എന്നെക്കായി ഉയരണ്ട. ഞാനെപ്പോഴും മുന്നിൽ നിൽക്കണം, കുടുംബത്തിൽ ഞാനെപ്പോഴും ഉയർന്നു നിൽക്കണം. ഒരു ചിന്ത, ഒരു അസൂയയുടെ ചിന്ത അത് നമ്മൾ അവസാനിക്കണം. അള്ളാഹു നൽകുന്നതാണ്, അവനക്കാണെങ്കിലും നിനക്കാണെങ്കിലും അള്ളാഹു നൽകുന്നതാണ്. അത് നിനക്കോ മറ്റുള്ളവർക്കോ തടയാൻ കഴിയൂല. ഇത്ര ഉപദ്രവം ചെയ്ത് ഇതൊക്കെ അള്ളാഹുവിന്റെ, ആരും വിചാരിക്കണ്ട, ഇതൊക്കെ പടച്ച റബ്ബിന്റെ ഖലാഓടുകൂടിയാണ്, പടച്ച റബ്ബിന്റെ തീരുമാനത്തോടുകൂടിയാണ്. എന്ത് പിശാചിനെ വിട്ട് നീ ഉപദ്രവിച്ചാലും അത് നടക്കുന്നത് അതുകൊണ്ടാണ്. ചില ആളുകൾക്ക് ചെയ്താലും നടക്കൂല. കാരണം എന്താണ്? അവനൊരു കവചം തീർത്തിട്ടുണ്ടാകും, ഇതൊന്നും ഏൽക്കാതിരിക്കാനുള്ള കവചം അവൻ തീർത്തിട്ടുണ്ടാകും. പക്ഷെ അതൊക്കെ നമ്മൾ കഴിഞ്ഞ മജ്‌ലിസിൽ പറഞ്ഞിരുന്നു. ഇങ്ങനത്തെ പ്രയാസങ്ങൾ, ഇത്തരം പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഏൽക്കാതിരിക്കാനുള്ള കവചം നമ്മൾ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് കാണാത്തവരൊക്കെ മജ്‌ലിസ് എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും. ഇങ്ങനെയുള്ള നല്ല നല്ല അറിവുകൾ നമുക്ക് പഠിക്കാൻ പറ്റിയ, നമുക്ക് അറിയാത്ത ഇത്തരം മേഖലയിലുള്ള അറിവുകൾ അറിയാൻ ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസ് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിന്റെ കൂടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഭാഗ്യം എന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം നടത്താനുള്ളത്, നമ്മൾ 5:30 സയ്യിദിയ മജ്‌ലിസ്, 5:45 ഇപ്പോൾ മജ്‌ലിസ്. സുബഹിയുടെ അടുത്ത് വന്നതുകൊണ്ട് 5:45 ദിക്ർ ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ദുആ ചെയ്യുന്ന വലിയ മജ്‌ലിസ് എല്ലാവരും പങ്കെടുക്കും, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.